ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. വിജയം തുടരാൻ മുംബൈ ഇന്ത്യൻസ് അട്ടിമറിക്കുമോ ലക്നൗ സൂപ്പർ ജയൻസ്? IPL 18 സീസണിലെ തകർപ്പൻ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ലക്നൌവിനെ എക്കാന സ്റ്റേഡിയത്തിൽ നിന്ന് ലക്നൗ സൂപ്പർ ജയൻസും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ വരാൻ പോവുകയാണ്. പുതിയ സീസണിൽ അത്ര മികച്ച തുടക്കം ലഭിക്കാത്ത രണ്ട് വമ്പന്മാർ കളിക്കളത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഹോം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനാണ് ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് നേരിടാൻ പോകുന്നത്. കളിച്ച 3 മത്സരങ്ങളിൽ 2 പരാജയവും 1 വീതം വിജയമുള്ള 2 ടീമുകൾ തന്നെയാണ്. പോയിന്റ് ടേബിളിൽ നെറ്റ് റൺ റേറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിൽ 5ഉം 6ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന 2 ടീമുകൾ. 5 തവണ IPL കിടമുയർത്തിയ ദൈവത്തിൻ്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസും അതോടൊപ്പം ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന ലക്നൗ സൂപ്പർ ജയൻസും. മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ അവസാന മത്സരത്തിൽ 2 തുടർ പരാജയങ്ങൾക്ക് ശേഷം അവസാനം കളിച്ച പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് KKRനെ വമ്പൻ പരാജയത്തിൽ കുടുക്കിയാണ് മുംബൈ ഇന്ത്യൻസ് എക്കാന സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. അതേസമയം ലക്നൌവിൻ്റെ കാര്യം പരിതാപകരമാണ്. ആദ്യ മത്സരം വിജയിക്കുകയും 2ാം മത്സരത്തിൽ വമ്പന്മാരായിട്ടുള്ള ഹൈദരാബാദിനെ തകർത്ത് വിടുകയും ചെയ്ത പന്തിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസ് 3ാം മത്സരത്തിൽ വീണ്ടും പരാജയപ്പെടുകയായിരുന്നു. പഞ്ചാബ് കിങ്സിനോടാണ് ലക്നൗ സൂപ്പർ ജയൻസ് അവസാനം കളിച്ച മത്സരത്തിൽ പരാജയപ്പെട്ടത്. ക്യാപ്റ്റൻസിയിലടക്കം വമ്പൻ ഫ്ലോപ്പായിട്ടുള്ള ഋഷഭ് പന്തിനെ സംബന്ധിച്ച് 4ാം മത്സരം, അതായത് ഇന്നത്തെ പോരാട്ടം വളരെ അനിവാര്യം തന്നെയാണ്. മുംബൈയെ സംബന്ധിച്ച് നോക്കുന്ന അവസാന മത്സരത്തിൽ യുവതാരം അശ്വിനി കുമാറിൻ്റെ ഒരു പ്രകടനം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വളരെ മികച്ച പ്രകടനമായിരുന്നു യുവതാരം കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് പറയുന്നത് പേസ് ഫ്രണ്ട്ലി പിച്ചസിൽ മാത്രമാണ് അവരുടെ ബോളർമാർക്ക് അല്പമെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഏതാണ്ട് 3/4% ബാറ്റർമാരും ഫോമിലല്ലാത്തതും മുംബൈ ഇന്ത്യൻസിന് പരിതാപകരം തന്നെയാണ്. എസ്പെഷ്യലി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കഴിഞ്ഞ 3 മത്സരങ്ങളും ഒരു മികച്ച ഇന്നിങ്സ്, ഒരു ബിഗ് ഇന്നിങ്സ് മുംബൈക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടില്ല. അതേസമയം സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള റയാൻ റിക്കൾട്ടൺ ആദ്യ 2 മത്സരങ്ങളിൽ നിറം മങ്ങിപ്പോയെങ്കിൽ പോലും അവസാന മത്സരത്തിൽ അദ്ദേഹം തകർത്തടിച്ചുകൊണ്ട് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. സൂര്യകുമാർ യാദവും അതോടൊപ്പം തന്നെ മറ്റ് ബാറ്റർമാരും അധികം ഇമ്പാക്റ്റും അല്ലെങ്കിൽ ഒരു ഹൈ സ്കോറിങ്ങിലേക്ക് മുംബൈയുടെ സ്കോർ കാർഡ് എത്തുന്നില്ല എന്നത് വളരെ ഒരു നെഗറ്റീവ് സൈൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച്. ലക്നൌവിൻ്റെ കാര്യം ശരിക്കും ഒരു വിപരീതം തന്നെയാണ്. ബാറ്റിങ്ങിൽ അവരുടെ 27 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ മോശം പ്രകടനം മാത്രമാണ് ലക്നൌവിൻ്റെ ഇച്ചിരെങ്കിലും നെഗറ്റീവ് സൈൻ ഉള്ളത്. അതേസമയം വമ്പൻ ഫോമിൽ നിൽക്കുന്ന നിക്കോളാസ് പൂരൻ്റെ ബാറ്റ് ഒന്നുകൂടി ഗർജിച്ചാൽ അത് ലക്നൌവിനെ സംബന്ധിച്ച് ഒരു വമ്പൻ സ്കോർ തന്നെ പടുത്തുയർത്താം. ബോളിങ്ങിൽ കുറച്ച് അഴിച്ചുപണികൾ അവർ നടത്തിയേക്കും. എസ്പെഷ്യലി 8 കോടി രൂപയ്ക്ക് ഇത്തവണ ഓപ്ഷനിലൂടെ കൊണ്ടുവന്ന ആകാശ് ദീപ് പരിക്ക് മൂലം ആദ്യ 3 മത്സരങ്ങളിൽ കളിക്കാതിരുന്ന ആകാശ് ദീപ് തിരികെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം 11ൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ലക്നൗ സൂപ്പർ ജയൻസ് ഹോം മത്സരത്തിൽ ഇറങ്ങുമ്പോൾ വരുത്തിയേക്കും. ഇനി ഇരു ടീമുകളും സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ ഓപ്പണിംഗിൽ പതിവ് പോലെ റയാൻ റിക്കൾട്ടനും രോഹിത് ശർമ്മയും ആയിരിക്കും വരാൻ പോകുന്നത്. വിൽ ജാക്സും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും അടങ്ങുന്ന ബാറ്റിംഗ് നവൻതറും അടങ്ങുന്ന ഒരു ബാറ്റിംഗ് കോറും മിച്ചൽ സാനറും ദീപക് ചാഹർ, ട്രെന്റ് ബോൾട്ടും അതോടൊപ്പം തന്നെ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസിനെ പ്ലേയിങ് 11ൽ എത്തിയേക്കും. ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് വരുവാണെങ്കിൽ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രോം ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നൊരു ഡെഡ്ലി കോംബോ ആയിട്ട് ഇതുവരെ മാറാൻ സാധിക്കാത്തൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ തന്നെയാണ് മിച്ചൽ മാർഷും അതോടൊപ്പം തന്നെ എയ്ഡൻ മാർക്രോം. നിക്കോളസ് പൂരൻ, ഋഷഭ് പന്ത്, ആയുഷ് ബഡോനി, ഡേവിഡ് മില്ലർ, അബ്ദുൾ സമദ്, ആകാശ് ദീപ്, നേരത്തെ പറഞ്ഞ പോലെ പരിക്ക് മാറി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ആദ്യ മത്സരം കളിക്കാനെത്താൻ പോവുകയാണ് ആകാശ് ദീപ്. പിന്നീട് ഷാർദുൽ ഠാക്കൂർ, ആവേശ് ഖാൻ, രവി ബിഷ്ണു എന്നിവരായിരിക്കും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ 11ൽ എത്താൻ പോകുന്നത്. പിന്നീട് ഇമ്പാക്ട് സബായിട്ട് യുവതാരങ്ങളായിട്ടുള്ള പ്രിൻസ് യാദവ്, മണിമാരൻ സിദ്ധാർത്ഥ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ദിഗ്ഗോഷ് ഷോറാത്തിയും ഒരുപക്ഷെ ഇമ്പാക്ട് സബ്ബായിട്ട് കളത്തിലേക്ക് എത്തിയേക്കും. വിജയം കൊതിക്കുന്ന 2 വമ്പന്മാർ കളിക്കളത്തിലേക്ക് എത്താൻ പോവുകയാണ്. സീസണിൽ അത്ര മികച്ച തുടക്കം ലഭിക്കാത്ത 2 ടീമുകൾ തന്നെയാണ്. പോയിന്റ് ടേബിളിൽ മുന്നേറാൻ അല്ലെങ്കിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഊട്ടി ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം കാണുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.